ഇങ്ങോട്ട് വന്നു മോളെ. എൻ്റെ പേര് ഷാൻറ്റി ജോഷി. ഞാൻ ആലക്കോടിനടുത്ത് ചാണാക്കുണ്ട് കരുണാപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ മകന് വേണ്ടി സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ മകൻ്റെ കഴുത്തിൻ്റെ ഇടതുവശത്ത് ഒരു ചെറിയ തടുപ്പുണ്ടായിരുന്നു. 3 വർഷമായി ഡോക്ടർമാരെ കാണിച്ചിരുന്നു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. മമ്മിയോട് ഇത് പറഞ്ഞപ്പോൾ മമ്മി ഇവിടെ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ചു. ഇന്ന് ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു. ഇവിടെ വന്ന് ബന്ധിതനായ ഈശോയുടെയും അമ്മ ത്രേസ്യയുടെയും മുമ്പിൽ പ്രാർത്ഥിച്ചു. നമ്മുടെ അച്ഛൻ്റെ കൈയുടെ സ്പർശനത്താൽ എൻ്റെ മകൻ്റെ ആ തടിപ്പ് മാറിക്കിട്ടുകയും ചെയ്തു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. 3 വർഷത്തോളമായിട്ട് കുഞ്ഞിൻ്റെ കഴുത്തിൽ ഞരമ്പിലുണ്ടായിരുന്ന തടിപ്പ് കർത്താവ് സൗഖ്യപ്പെടുത്തിയതിനെ ഓർത്ത് നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയെ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലു. ഉണരാമുണരാം. പ്രിയപ്പെട്ട മോൾക്ക് സാക്ഷ്യം എഴുതി പേര് സ്ഥലമൊക്കെ വെച്ച് എഴുതി സ്റ്റോറിൽ കൊടുത്താൽ വ്യാഴാഴ്ച വായിക്കുന്നതാണ് കേട്ടോ. വ്യാഴാഴ്ച കൊച്ചിനെ കൊണ്ടുവന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കും കേട്ടോ. ശരി. വേറെ ആരാണ് സാക്ഷ്യം പറയാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു സാക്ഷ്യം? ബ്രസ്റ്റിൽ. വാ ഈശോയെ. എൻ്റെ പേര് മേരി. ഞാൻ അരീക്കമല ദീപഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. കുറച്ച് നാളായി എൻ്റെ ബ്രസ്റ്റിൽ ഒരു തടിപ്പുണ്ടായിരുന്നു. ഞാൻ ആരോടും പറഞ്ഞില്ല. ഇപ്പോൾ കൈ തട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച പോയി കണ്ണൂരിൽ നിന്ന് AKG പോയി നോക്കിയപ്പോൾ ഡോക്ടർ ഒരു സംശയം പറഞ്ഞു. അവിടുന്ന് എടുത്തു നോക്കിയപ്പോൾ പറഞ്ഞൊരു ചെറിയൊരു ഇത് കാണുന്നുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി വേറൊരു ഡോക്ടറെ കാണാൻ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് MBR ആശുപത്രിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പോയി. അവിടെ നിന്ന് ചെന്നപ്പോൾ ഡോക്ടർ പ്രത്യേകം എല്ലാം മാമോഗ്രാം ചെയ്യാനും പിന്നെ അത് കുത്തിയെടുത്ത് അത് ബയോപ്സിക്ക് അയക്കാനും പറഞ്ഞു. മാമോഗ്രാം ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആണെന്നറിഞ്ഞു. മറ്റേതിൻ്റെ റിസൾട്ട് ഇന്നേ കിട്ടുള്ളൂ, നാളെ ചെല്ലാനാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അച്ഛനെ കാണാൻ ഇന്ന് ഞങ്ങൾ വരികയും അച്ഛൻ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു അവിടെ ഒന്ന് തടവി നോക്ക്, മഴയുണ്ടോയെന്ന് നോക്കാൻ. എപ്പോഴും കല്ലിച്ച് കിടന്ന സ്ഥലമായിരുന്നു അവിടെ തൊട്ട് നോക്കുമ്പോൾ. അപ്പോൾ നല്ല മയമായിരുന്നു. ഇപ്പോൾ അച്ഛൻ പറഞ്ഞതിന് ശേഷം പിന്നെ കുത്തി വലിച്ചെടുത്തതിൻ്റെ വേദനയായിരുന്നു. അച്ഛൻ തുപ്പല് കൊണ്ട് എൻ്റെ കയ്യിൽ തന്ന് അവിടെ ഒന്ന് തടയുവാൻ പറഞ്ഞു. ഇപ്പോൾ ഒരു വേദന ഒന്നുമില്ല. കൊച്ചെൻ്റെ കൂടെ ഉണ്ടായിരുന്നു, മകൻ്റെ കൊച്ചാണ്. കൊച്ചു പറഞ്ഞു മമ്മിയുടെ വേദന പോയോ, ഞാനൊന്ന് ഇടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. കൊച്ചെൻ്റെ അവിടെ നല്ലോണം ഒന്ന് സ്പർശിച്ചു. അപ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല. ഈശോയ്ക്കും എന്നെ പ്രാർത്ഥിച്ച റാസ്പനച്ചനും പ്രത്യേകം നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ബയോപ്സിക്ക് മമോഗ്രാം ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞാൽ ക്യാൻസറസ് ആണ് എന്ന റിപ്പോർട്ടാണ് കിട്ടിയത്. ബയോപ്സിയുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തടിപ്പായിട്ടാണ്, വേദനയായിട്ട് കുത്തിയെടുത്ത് കഴിയുമ്പോഴുള്ളൊരു വേദന, അങ്ങനെ ഒക്കെ ആയിട്ടാണ് ഇന്ന് ഈ സഹോദരി കാലത്ത് വെളുപ്പിന് തന്നെ ഇന്ന് 4:30 മുമ്പ് അല്ലേ ഇവിടെ എത്തിയത്. സഹോദരിയുടെ ആ തടിപ്പ് തന്നെ ഇപ്പോൾ അവിടെ ഇല്ല. കുത്തിയെടുത്തതിൻ്റെ വേദനയും പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതിന് ശേഷം ഇനി ഒരു പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ബയോപ്സി ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ടെസ്റ്റ് അവർ നിർദ്ദേശിക്കുന്നത് പെറ്റ് സ്കാനാണ്. അപ്പോൾ ആ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും നോർമലാണെന്നുള്ള റിപ്പോർട്ടുമായിട്ട് വ്യാഴാഴ്ച റിപ്പോർട്ടും കൊണ്ടുവന്ന് സാക്ഷ്യം പറയാനായിട്ട് ഈശോ വേഗത്തിൽ ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കരമടിച്ച കർത്താവിന് എന്താ പറയാം, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 2020 8-ാം തീയതി കൊറോണ ബാധിച്ച് ലങ്സിന് ഇൻഫെക്ഷനായി വളരെ സീരിയസ് ആയിരുന്നു. ആ സമയത്തിൽ എനിക്ക് ബ്ലഡ് ക്യാൻസറായി സ്ഥിരീകരിച്ചു. ആ സമയത്തിൽ എനിക്ക് ബ്ലഡ് കൗണ്ട് കൂടുതലാവുകയും പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഒന്ന് തുടരാൻ പറ്റിയിരുന്നില്ലായിരുന്നു. അന്നേരം എൻ്റെ സുഹൃത്ത് വഴി അച്ഛൻ്റെ നമ്പർ കിട്ടുകയും അച്ഛനോട് വാട്സപ്പ് മെസ്സേജ് ചെയ്യും. അങ്ങനെ അച്ഛനൊരു വചനം പറഞ്ഞിരുന്നു, ഈശോയുടെ ജീവൻ എന്നിൽ നിറയുന്നു എന്നുള്ള വചനം പറഞ്ഞു. ആ വചനം പറഞ്ഞത് നെക്സ്റ്റ് ദിവസം തന്നെ എനിക്ക് ആ ബ്ലഡ് കൗണ്ട് കുറയുകയും നെക്സ്റ്റ് ദിവസത്തിന് തന്നെ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 വർഷങ്ങൾ വരെ ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. തുടർന്ന് ഞാൻ എല്ലാ ആഴ്ചകളും ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അച്ഛൻ പറയുന്ന ഓരോരോ വചനങ്ങളും ഈശോയെ അങ്ങയുടെ കരുണയെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ആവിലായാലെ ശുശ്രൂഷകളിലൂടെ ഒരു കൂടി മനുഷ്യരെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ 33 പ്രാവശ്യം ഞാൻ ചൊല്ലി. എനിക്ക് വളരെ അസ്വസ്ഥമായിട്ടുള്ള ഒരു ദിവസങ്ങളായിരുന്നു ഈ 3 വർഷം. എല്ലാം എനിക്കിപ്പം മാറി, അത് 0ലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ കുറേ ടാബ്ലറ്റ് എടുത്തു. ഇപ്പോൾ ഞാൻ സുഖമായി പ്രാപിച്ചു. ഇപ്പോൾ ഒരു ടാബ്ലറ്റിലാണ്, എന്നാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ സന്തോഷമാണ്, ഹാപ്പിയാണ്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവിലാൽ അമ്മ ത്രേസ്യയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും നന്ദി, 1000 നന്ദി. എൻ്റെ പേര് ഷിജിൻ ജോൺ, അറക്കൽ, ഗോണിയൊപ്പ ഇടവക, സെന്റ് തോമസ് പള്ളിയിൽ നിന്നാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, മകൻ കോവിഡിൻ്റെ സമയത്ത്, അതായത് 2020 ലങ്സിന് കോവിഡ് ബാധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള സ്ഥിതിയിലായിരുന്നപ്പോൾ പരിശോധിച്ചപ്പോഴാണ്, ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ്, കോവിഡിൻ്റെ ഒക്കെ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ബ്ലഡൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൊച്ചിന് ബ്ലഡ് ക്യാൻസറാണ്. അത് ബ്ലഡ് ക്യാൻസറിന് അതിൻ്റെ കൗണ്ട് ഒരു പരിധിയിൽ കൂടിക്കഴിഞ്ഞാൽ ചികിത്സ തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് മെസ്സേജ് അയക്കുകയും ഈശോയുടെ ജീവൻ എന്നിൽ നിറയുന്നു എന്ന് പ്രാർത്ഥന ചൊല്ലി പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ആ ബ്ലഡിൻ്റെ കൗണ്ട് ഒരു ചികിത്സിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് താഴുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം ആ കോവിഡിൻ്റെ സമയത്ത് യാത്രയൊക്കെ ചെയ്യാൻ പാടില്ലാത്ത സമയത്തും ഇവർ പ്രത്യേകമായിട്ടുള്ള അനുവാദത്തോടുകൂടെ ഗോണിക്കുപ്പയിൽ നിന്ന് വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിലും മറ്റു ദിവസങ്ങളിലൊക്കെ ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. ആ ദിവസങ്ങളിൽ തന്നെ ഒത്തിരി വ്യത്യാസം പ്രാപിച്ചു. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ ഇപ്പോൾ പൂർണ്ണമായൊരു ഇപ്പോൾ അത് ഇല്ല, ക്യാൻസർ സെൽസ് ശരീരത്തിലില്ല എന്ന റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നതിനെ ഓർത്ത് കരമടിച്ചു കിട്ടാം. അതായത് മരണത്തിൻ്റെ ഇരുൾ വീണ താഴ്വരയിലൂടെ മരണം മുന്നിൽ കണ്ടതാണ്. മോനിപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 24. അതായത് 21ാമത്തെ വയസ്സിലാണ് ഈ രോഗം വരുന്നത്. ഇപ്പോൾ 21ാമത്തെ വയസ്സിൽ മരണം മുന്നിൽ വന്ന് നിന്നതാണ്. കർത്താവ് ആ മരണത്തിൻ്റെ ആ താഴ്വരയിൽ നിന്ന് മകനെ വീണ്ടും ജീവനിലേക്ക്, ഈശോയുടെ ജീവൻ എന്നിൽ നിറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ജീവൻ സമൃദ്ധമായി. കരമടിച്ച് നന്ദി പറയാം, ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ഞാനാണ് തൊണ്ടയിൽ മുഴയുണ്ടായിരുന്നൊരു സഹോദരി ഉണ്ടായിരുന്നല്ലോ, തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്ത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാനുണ്ടായിരുന്നൊരു സഹോദരി. പിന്നെ വയനാട്ടിൽ നിന്ന് വന്ന കുടുംബം പോയവർ. ഓക്കെ, വാ മോളെ. എൻ്റെ പേര് ശുഭ. ഞാൻ 6 മാസത്തിന് മുമ്പേ ഒരു വീടും പിന്നെ ഒരു കുറച്ച് സ്ഥലം വേണമെന്ന് പറഞ്ഞ് വീട് കുറച്ച് സ്ഥലം വേണമെന്ന് ഗോണിക്കൊപ്പ ഇടവകയാണ്, സെന്റ് തോമസ് ചർച്ച്, കൂർഗിൽ നിന്ന് വരുന്നത്. അപ്പോൾ കുറച്ച് സ്ഥലവും പിന്നെ ഒരു വീട് വേണോ പറഞ്ഞിട്ട് ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു.
അതിൻ്റെ അനുഗ്രഹമായി 3 മാസത്തിൻ്റെ മുമ്പേ ഞങ്ങൾക്ക് സ്ഥലം പിന്നെ ഒരു വീടും പിന്നെ കുറച്ച് സ്ഥലവും ദൈവം തന്നെ അനുഗ്രഹിച്ച് ഈ അനുഗ്രഹം തന്നെ ബന്ധിതനായ ഈശോയോട് കർമ്മല മാതാവിനോടും ആവില അമ്മത്രേസിനോടും പ്രാർത്ഥിച്ച അച്ഛനോടും ഒരുപാട് നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് കർത്താവ് നമ്മെ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നു എന്നതിൻ്റെ നേർസാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കൊണ്ടിരിക്കുന്നത്, കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 33 വ്യാഴാഴ്ചയെങ്കിലും വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എത്ര നീണ്ടതാണെങ്കിലും ബന്ധിതനായ ഈശോയുടെ തിരുസ്വരൂപത്തോട് ചേർത്ത് കെട്ടിയിടുക. ഒരു നിയോഗം തന്നെ നിങ്ങൾ ഓരോ ആഴ്ചയിലും വരുമ്പോൾ, വ്യാഴാഴ്ചയിലും വരുമ്പോൾ എഴുതി കൊണ്ടുവരാവുന്നതാണ്. അത് സാധിച്ചു കിട്ടുന്നത് വരെ നിങ്ങൾക്ക് എഴുതി കൊണ്ടുവരാവുന്നതാണ്. റോഡരികിലുള്ള കുരിശിൻ്റെ അടുത്ത് എന്ന് കുരിശിൽ കൈവച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞതിന് ശേഷം മുട്ടയിൽ വലിഞ്ഞ് പ്രാർത്ഥിക്കാം. അത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വലിയ അനുഗ്രഹമാണ്. ഓരോ പ്രാവശ്യവും നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അതുപോലെ വെഞ്ചരിച്ച എണ്ണയും ഉപ്പും തേനും നൊവേന പുസ്തകവും നിങ്ങളുടെ വീടിൻ്റെ വാതിലിലും കിടപ്പുമുറിയിലൊക്കെ ഒട്ടിച്ചു വയ്ക്കാനുള്ള ബന്ധിതനായ ഈശോയുടെ ഫോട്ടോയും അമ്മ ത്രേസ്യയുടെ ഫോട്ടോയും ഒക്കെ സ്റ്റോളിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഒരു 10 മിനിറ്റ് കൂടെ, അതായത് നമ്മൾ ഈ പ്രാർത്ഥന നിർത്തിയതിന് ശേഷം ഒരു 10 മിനിറ്റ് കൂടെ സ്റ്റോളിൽ നിന്ന് ആ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും ചൊല്ലാൻ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനയാണ്. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന പ്രാർത്ഥന. നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റെല്ലാം ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുക. കാലത്തെഴുന്നേൽക്കുമ്പോൾ തന്നെ 33 പ്രാവശ്യം ചൊല്ലാവുന്നതാണ്. 101 പ്രാവശ്യം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ അച്ഛന് വേണ്ടി എല്ലാ ദിവസവും 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ മുറിയുടെ മുമ്പിൽ QR കോഡ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്താൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സ്കാൻ ചെയ്യാൻ അറിയാത്തവർ മറ്റുള്ളവരോട് ചോദിക്കുക. പ്രത്യേകിച്ച് പയ്യാവൂർ, ചെമ്പന്തൊട്ടി, ചെമ്പേരി ഭാഗത്തുനിന്ന് വരുന്നവർക്ക്, സ്വന്തം വാഹനമില്ലാത്തവർക്ക് വരുന്നതിന് വേണ്ടി ചെമ്പന്തൊട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് വാഹന സൗകര്യം 8 മണിക്ക് ചെമ്പന്തൊട്ടിയിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ എത്തുന്ന രീതിയിൽ ഒരു വാഹന സൗകര്യമുണ്ട്. അതിൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് സ്റ്റോളിൽ നിന്ന് കളക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ്. ജൂലൈ മാസം 14-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നടക്കുന്ന കർമ്മല മാതാവിൻ്റെ തിരുനാളിൻ്റെ ഫ്ലെക്സ് സ്റ്റാളിൻ്റെ മുമ്പിലുണ്ട്. നിങ്ങൾക്കതിൻ്റെ ഫോട്ടോ എടുക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. കർമ്മല മാതാവിൻ്റെ തിരുനാളിന് പ്രതിനിധിമാരാകാൻ ആഗ്രഹിക്കുന്നവർക്കും ഊട്ടുനേർച്ചയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സൗകര്യം സ്റ്റാളിൽ 1:30 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് മുട്ടുകുത്താം. ഒരിക്കൽ കൂടെ ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ.
കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഉള്ളിലേക്ക് നന്നായി ശ്വാസം എടുക്കാം. നടക്കാനായിട്ട് ഒത്തിരി പ്രയാസത്തോടുകൂടെ ചെറുകുന്നിൽ നിന്ന് വന്ന ഒരു സഹോദരി വളരെയേറെ സൗഖ്യം പ്രാപിച്ച് പരസഹായം കൂടാതെ തന്നെ നടക്കാനും സ്റ്റെപ്പ് കയറാനൊക്കെ പറ്റുന്ന രീതിയിൽ സൗഖ്യം പ്രാപിച്ചൊരു സഹോദരി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ സിസ്റ്ററെ? പോയോ അവർ പോയി. ഓക്കെ. കരങ്ങൾ ഉയർത്തി നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ സുഖപ്പെടുത്തുകയും സാക്ഷികളാക്കി തീർക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ ഉയർത്തുകയും ചെയ്യുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി, നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ ആയിട്ട് എഴുതി, ജോലി ലഭിച്ചതും പരീക്ഷയിൽ വിജയിച്ചതും വിസ തടസ്സം മാറിയതും സൗഖ്യം ലഭിച്ചതൊക്കെ എഴുതി സ്റ്റാളിൽ സിസ്റ്ററിനെ ഏൽപ്പിച്ചാൽ വ്യാഴാഴ്ചത്തെ ദിവസത്തെ ശുശ്രൂഷയിൽ അത് വായിക്കുന്നതായിരിക്കും. സന്താന സൗഭാഗ്യത്തിൻ്റെ സാക്ഷ്യവും ക്യാൻസർ ബാധിച്ചിട്ടത് മാറിയതിൻ്റെ സാക്ഷ്യവും അതുപോലെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് അൾത്താരയിൽ വന്നു നിന്ന് മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് സാക്ഷ്യം പറയാവുന്നതാണ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വായിൽ കുരുക്കളൊക്കെ ആയി വേദനയോടുകൂടെ വന്ന ഒരു മകളുണ്ടായിരുന്നല്ലോ, ഇവിടെ വന്ന് പോയോ? മോള് സാക്ഷ്യം പറഞ്ഞു. മാറിയില്ലേ അത്? ഒരു സാക്ഷ്യം കൂടെ നമുക്ക് കേട്ടിട്ട് പോകാം. എൻ്റെ പേര് ടിൻറ്റു. ഞാൻ വലുത്തോട് നിന്ന് വരുന്നു. എൻ്റെ വയലിൽ കുറേ നാളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുരുക്കൾ വരാറുണ്ടായിരുന്നു, പൊട്ടാറുണ്ടായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ച് തുപ്പൽ വെച്ച് തന്നു. അപ്പം തന്നെ അത് മാറി. ഈശോയ്ക്കും ഒരുപാട് നാളായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഉണ്ടായിരുന്നു. വായിലുണ്ടായിരുന്ന കുരുക്കൾ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, നാം വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൗഖ്യപ്പെട്ടതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഓർത്ത് വിളിക്കാം. ഈശോയേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്റ്റാളിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നേരത്തെ ഇരുന്ന അതേ സീറ്റുകളിൽ തന്നെ വന്ന് ഇരിക്കാവുന്നതാണ്. കാരണം 10 മിനിറ്റ് കൂടെ സിസ്റ്റർ ഇനി സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കുകയുള്ളൂ. നിങ്ങൾ അച്ഛനെ കാണാനായിട്ട് മുറിയിൽ വരുമ്പോൾ പറയേണ്ട പ്രത്യേകിച്ച് കാര്യം എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു ചിന്ത മനസ്സിലുണ്ടാകട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. പരസ്പരം സ്തുതി ചൊല്ലാം. കുടുംബം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല, ഭയങ്കര കലഹം. അങ്ങനെ ഈ കലഹത്തിന് മാറി കിട്ടണ്ടേ, ഒന്ന് പറഞ്ഞ് രണ്ടാവുമ്പോഴേക്കും വഴക്കാണ്. അടിയൊന്നും നടക്കുന്നില്ലെങ്കിലും മുഖം വീർപ്പിക്കലിന് കാശ് കൊടുക്കണ്ടല്ലോ. അങ്ങനെ മുഖം വീർപ്പിക്കൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ദേഷ്യം വരല്ലേ, മിണ്ടാതിരിക്കല്, തിരിഞ്ഞു കിടക്കല്. കല്യാണം കഴിഞ്ഞിട്ട് 2 മാസം ആവണേലും മുമ്പ് തന്നെ തിരിഞ്ഞു കിടക്കുന്നത്. അപ്പോ ഇതിന്റെ കാരണം അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറിക്കിട്ടണ്ടേ. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നു. അയാൾ ചുറ്റി നടന്ന് വീട് മുഴുവനും, വീടും അകത്തും പുറത്തൊക്കെ ചുറ്റി നടന്ന് അവസാനം ഒരു സംഭവം കണ്ടുപിടിച്ചു. അതിൽ അറബിയിലൊക്കെയാണ് എഴുതിയിരുന്നത്. പിന്നെ നമുക്ക് വായിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് എടുത്ത് കളഞ്ഞ് അങ്ങനെ രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. ശരി, ഇത് എടുത്തു കളഞ്ഞതിന് എത്ര, പെട്ടെന്ന് അച്ഛന് ചോദ്യം, സാധാരണ അങ്ങനെ ചോദിക്കാത്താണ്, എത്ര രൂപ ചെലവായി? 14,500 രൂപ. തികച്ച് മേടിക്കായിരുന്നു 15, ഇല്ല 500 രൂപ തിരിച്ചു തന്നു. ഇത്രേ ആവുള്ളൂ. വീട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളവരുടെ കൂടെ പോയിട്ടുള്ള മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു അറിവച്ഛൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടുപിടിക്കുന്ന തകിട് അവര് തന്നെ കൊണ്ടുവന്നിട്ടിട്ട് അവര് തന്നെ എടുക്കുന്നതാണെന്ന് ഇങ്ങനെയുള്ളവരുടെ കൂടെ പോയ ഒരാൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛനെ അത് ഈ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല, വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവർ ഈ തകിട് തന്നെ അടുത്ത സ്ഥലത്തും കൊണ്ടുപോയിട്ടിട്ട് 14,500 രൂപ മേടിക്കും. അച്ഛൻ ചോദിക്കട്ടെ, ഇയാൾ ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്